എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഇന്ന് നടന്ന അതായത് 18 ഡിസംബർ 2023 നടന്ന വോളിയത്തോടു കൂടി നടന്ന ബ്രേക്ക് ഔട്ട് ആയ ചില ഷെയർസിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുക എന്ന് മാത്രം. ഇതൊരു ബൈ റെക്കമെൻഡേഷനോ ടിപ്പോ ഒന്നുമല്ല. അത് ആരെയും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ വോളിയത്തോടു കൂടി നമ്മൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെന്റം കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ആ ഷെയർസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ഞാൻ കണ്ട ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഒരു ഷെയറിന്റെ ഉള്ളിൽ ഞാൻ കണ്ട വശങ്ങൾ അത് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മൊത്തമായിട്ട് 7 ഷെയർസ് ആണ് ഇന്ന് ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്. അപ്പൊ ആദ്യത്തെ ഷെയർ നമുക്ക് കൊടുക്കാൻ പോകുന്നത് സന്തൂസ് ലൈഫ് സ്റ്റൈൽ. സന്തൂസ് ലൈഫിൽ ഇന്ന് ഏകദേശം 5% കയറിയിട്ടുണ്ട്. 5% കയറി 650 രൂപയുടെ ഇപ്പോഴത്തെ റേറ്റ് 34 രൂപ കയറി, അതായത് 5.37% ഇന്ന് കയറിയിട്ടുണ്ട്. സന്തോഷ് ലൈഫ് സ്റ്റൈലിന്റെ ഒരു ചാർട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വരച്ചു കൊടുത്താൽ കാണാം, ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. റെസിസ്റ്റൻസ് വെറുതെ ബ്രേക്ക് ചെയ്തതല്ല, വിത്ത് വോളിയത്തോട് ഉണ്ടാകും. നല്ല വോളിയത്തോടു കൂടി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇനി അടുത്ത സപ്പോർട്ട് പോയിന്റ് കിടക്കുന്ന ഏകദേശം ഇവിടെ 640 അടുത്താണ് സപ്പോർട്ട് പോയിന്റ് ഇവിടെ വരുന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് മൊമെന്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഷെയർ ഹിന്ദുക്കോൺ കെമിക്കൽസ് എന്ന് പറയുന്ന ഷെയർ ആണ്. 40 രൂപ 90 പൈസ ഇപ്പൊ ട്രേഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് 11% കയറി, 11% കയറിയിട്ടുണ്ട്. അതിന്റെ ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, വിത്ത് വോളിയത്തോടുകൂടി റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെയൊക്കെ നന്നായിട്ട് ഇത് കയറ്റത്തിൽ ഇവിടെയൊക്കെ നന്നായിട്ട് വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു മൂവ്മെന്റ് ആണ്, നല്ലൊരു വശമാണ് അതിന്. അപ്പൊ ഇവിടെയാണ് ഏകദേശം ഒരു സപ്പോർട്ട് പോയിന്റ് വരുന്നത്. ഏകദേശം 35 രൂപയ്ക്കാണ് നമുക്കൊരു സപ്പോർട്ട് വരുന്നത്. 35 രൂപ വരും ദിവസങ്ങളിൽ ഇതൊരു അപ്സൈഡിൽ നമുക്കൊരു അപ്സൈഡ് ഇതിൽ പ്രതീക്ഷിക്കാം. അതുകൂടാതെ ഒരു ട്രെൻഡ് ലൈന് ബഹുമാനിച്ചുകൊണ്ടാണ് ഇത് പോയിട്ടുള്ളത്. ഇവിടെ ഒരു ബേസ് ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ഇവിടെ ഒരു ബേസ് ഇട്ടിട്ടാണ് പണിത്. ഇവിടെ നല്ലതായിട്ട് കയറി പ്ലസ് ഒരു ബേസ് ഇട്ടിട്ടാണ് ഇവിടെ ഇത് പോയിട്ടുള്ളത്. വിത്ത് ആ ബേസ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിട്ട് ഇവിടെ ഒരു നാരോ റേഞ്ചിൽ ട്രേഡ് ചെയ്തു, പ്ലസ് വിത്ത് വോളിയത്തോടു കൂടി കയറി. അടുത്തതായിട്ട് ഇന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഷെയർ ആണ് ജാക്ക ടയർ. 389 രൂപയുടെ റേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10% ഇന്ന് കയറുന്നത്, 10%. 389 രൂപ നടന്നു 10% ആണ് കയറിയിട്ടുള്ളത്. ജാക്ക ടയർ നമ്മൾ നോക്കിയാലും അറിയാം, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കുറച്ച് നാള്, ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു ബേസ് ബിൽഡിംഗ് പണിതു, അതിനുശേഷം ഉണ്ടായി ഇതിന്റെ ഉള്ളിൽ കിടന്ന് കളിച്ചു. വിത്ത് വോളിയത്തോടുകൂടി നല്ല വോളിയത്തോടുകൂടിയാണ് അത് കയറിയിട്ടുള്ളത്. വിത്ത് ഇവിടെ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈനും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് പോയത്, നല്ല വലിയൊരു ട്രെൻഡ് ലൈൻ. ആ ട്രെൻഡ് ലൈന് സപ്പോർട്ട് ബഹുമാനിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അടുത്ത ഷെയർ നമ്മൾ നോക്കുകയാണ് സൊമാറ്റോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഒന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയില്ല. സൊമാറ്റോ ഒരു കഴിഞ്ഞ ആഴ്ച ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു ഷെയർ ആയിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് അത് ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സൊമാറ്റോ 4% കയറിയിട്ടുണ്ട്. 128 രൂപയുടെ റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൊമാറ്റോയുടെ ചാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സൊമാറ്റോയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓൾറെഡി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നതായിരുന്നു. അപ്പൊ ബ്രേക്ക് ചെയ്തിട്ടോ വരും ദിവസം അപ്സൈഡ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 120 റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ട് അതില്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് പോവാം. അടുത്തത് നെസ്കോ ലിമിറ്റഡ് ആണ്. നെസ്കോ ലിമിറ്റഡ് 864 രൂപയുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് 4% ഉയർന്നു, അതായത് 34 രൂപ കയറിയിട്ടുണ്ട് ഇന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാല് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നത്, ഒരു ബേസ് ബിൽഡിംഗ് പണിതിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നു. ഒരു ബേസ് ബിൽഡിംഗ് പണിതു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഷെയർ ആണ്. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഏകദേശം ഈ മാസം നല്ലതായിട്ട് വോളിയവും ക്രിയേറ്റ് ചെയ്ത്, സാധാരണ വോളിയം ഇല്ല, ഇവിടെ ഒന്ന് ലോ വോളിയം, ഇവിടെ നന്നായിട്ട് വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് ഇതുവരെ കയറിയ അതിന്റെ കയറ്റം നല്ലൊരു കയറ്റാണ് വിത്ത് വോളിയത്തോടുകൂടി. അപ്പൊ ഇതും വാച്ച് ലിസ്റ്റിൽ ഇടാം. നെസ്കോ. അടുത്ത ഷെയർ ഗ്രാനുൾസ് ഇന്ത്യ എന്ന് പറയുന്ന ഷെയറാണ്. 402 രൂപ ഇപ്പൊ റേറ്റ് കിടക്കുന്നത്. 13 രൂപ കയറിയിട്ടുണ്ട്. 3% ഇത് കയറിയിട്ടുണ്ട്. ഗ്രാനുൾസ് ഇന്ത്യയും ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഷെയറാണ്. ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു ബേസ് ബിൽഡിംഗ് അതും പണിതിട്ടുണ്ട്. അതുകൂടാണ്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമുക്കൊരു 380 രൂപയിലൊരു സപ്പോർട്ട് ഉണ്ട്. 380 രൂപയിൽ. അപ്പൊ വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് നമുക്ക് ഇതിൽ കാണാം. ഇത് പോളത്തോടുകൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് ഇതിൽ പ്രതീക്ഷിക്കാം നമുക്ക്. അടുത്തത് UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി. 877 രൂപയുടെ ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ്. 51 രൂപ ഇന്ന് കയറി 6% അപ്പായിട്ടുണ്ട്. ഇന്ന് ഏകദേശം 6% അപ്പായിട്ടുണ്ട്. ഇതാണ് UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഷെയർ. നന്നായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയത്. ഇവിടെ റെസിസ്റ്റൻസ് വന്നു, ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഇവിടെ ടച്ച് ചെയ്യാൻ ശ്രമിച്ചു, ഇവിടെ ടച്ച് ചെയ്ത് കയറിപ്പോയി. വീണ്ടും ആ കയറ്റം മുകളിലേക്ക് പോകാനായിട്ട് പോയില്ല, ഒന്ന് ചെറുതായിട്ട് ഒന്ന് വന്നു. ചെറുതായിട്ട് വന്നെന്ന് വെച്ചാൽ ഇവിടെ റീടെസ്റ്റ് ചെയ്തോണ്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തോണ്ട് വീണ്ടും നല്ല വോളിയത്തോടുകൂടി വോളിയം കാണാം. നമുക്ക് ഈ വോളിയം എടുത്തു നോക്കിയാൽ ഏകദേശം 5 മാസത്തിൽ കൂടുതൽ വോളിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 5 മാസം കൂടെ. അപ്പൊ ഇതൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്സൈഡിലേക്ക് വീണ്ടും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഇത് റെസിസ്റ്റൻസ് ഇത് നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ പോണത്. അപ്പൊ ഈ ഷെയർ ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയുമാണ് 18-ാം തീയതി ബ്രേക്ക് ഔട്ട് ചെയ്ത ഷെയർസിന്റെ ഡീറ്റെയിൽ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും P&L പ്രോഫിറ്റ് ആവട്ടെ, ഗ്രീൻ കത്തിക്കെടുക്കട്ടെ എല്ലാവരും P&L. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയ നല്ലൊരു ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.